ഹലോ. അപ്പോൾ ഞങ്ങളിന്ന് റംബൂട്ടാൻ പറിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പറിക്കാൻ ഇറങ്ങിയപ്പോൾ അതായത് ഞങ്ങൾ മുറ്റത്തിലെ കൊക്കോ കായ കേട്ടോ. ഇതിപ്പോൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യം കേട്ടോ. നല്ലോണം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മുകളിലേനെ, ഈ പ്രാവശ്യം അത് താഴത്തു കൂടി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പെണ്ണിനത് എത്തണോടത്തായതുകൊണ്ട് ഓരോ ദിവസം ഇങ്ങനെ ഓരോന്ന് പറിച്ച് കൂട്ടാനൊക്കെ വെക്കും കേട്ടോ. കളിക്കാനൊക്കെ ഉപയോഗിക്കുവേ. അങ്ങനെ ഇപ്പോൾ കാറ്റടിച്ചപ്പോൾ അതൊന്ന് ചാഞ്ഞിട്ടുണ്ട് അതിൻ്റെ മേലെ. പിന്നെ ഇത് ഞങ്ങളെ കുടിയിരിക്കലിന് എൻ്റെ ഇക്കാൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്ത പ്ലാവാണ് കേട്ടോ. ഇതിന്മേലും ഇതേപോലെ ഫസ്റ്റ് ഒരു പ്രാവശ്യം 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇതുണ്ടായത്. അപ്പോൾ ഫസ്റ്റ് 2 ചക്ക ഉണ്ടായി കേട്ടോ. പിന്നെ 10-12 ഉണ്ടായി. അതാ മൂന്നാമത്തേതായിട്ട് ഉണ്ടാവുക തോന്നുന്നുണ്ട്. അങ്ങനെ ഇവൻ രാവിലെ തുടങ്ങിയതാണ് റംബൂട്ടാൻ പറിച്ച് തരുമോ എന്നിട്ടോ. അപ്പം അങ്ങനെ തോട്ടിയൊക്കെ എടുത്ത് ഓൻ പോയ വേക്കിൽ ഓളും പോകുന്നുണ്ട് കേട്ടോ. കിട്ടുമെന്നൊന്നും അറിയില്ല, നല്ല ഉയരത്തിലാണ്. അങ്ങനെ കാടും മേടൊക്കെ കടന്ന് ഞങ്ങൾ അവിടെ എത്തിട്ടോ. ഇതിപ്പോൾ നാടൻ തൈയാണ്, അതായത് പടവും മുളച്ചതെന്നൊക്കെ പറയില്ലേ. ഇത് ഞങ്ങൾ തൊടിയിൽ അപ്പുറത്ത് താഴെ ഉണ്ടായിരുന്നത്, അത് ഉമ്മ ഇവിടേക്ക് കുഴിച്ചിട്ടതാട്ടോ, പിരിച്ച് കുഴിച്ചിട്ടതാണ്. അപ്പോൾ ആ തോട്ടി എത്തണുണ്ടായിരുന്നില്ല കേട്ടോ. അതിൽ പിന്നെ വേറെ തോട്ടി കൊണ്ടുവന്നു. ഇതിൽ കുറേ കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാവുകയാണ്. ഇതിപ്പോൾ കുഴിച്ചിട്ടിട്ടൊരു 4-5 കൊല്ലമായിട്ടുണ്ടാവും. അങ്ങനെ തോട്ടിയൊക്കെ അയച്ചു കൂട്ടി പറിക്കാൻ നിന്നു. കുറേ മെനക്കെട്ടിട്ടാണ് കേട്ടോ കിട്ടിയത്. ഞാനൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുവോളം ഞാനതൊന്നും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് ഏതായാലും അതൊക്കെ കിട്ടിട്ടോ. നല്ല റിസ്ക് ഉണ്ടായിരുന്നു, നല്ല മുകളിലായിരുന്നു. അതിൽ പിന്നെ ഞങ്ങൾ താഴെ വന്നത് പൊറുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ പറിക്കാണ്ടായ കാരണം എന്താ വെച്ചാൽ ആദ്യം 3 ഉണ്ടായിരുന്നത്, നല്ല ചുമന്ന കളറിൽ 3 കണ്ടു. അപ്പോൾ അത് കാണാണ്ടായിരുന്നില്ല. വവ്വാലൊക്കെ തിന്നിട്ടുണ്ടാവുന്ന കരുതിയത്. അപ്പോൾ ഞങ്ങൾ പറിച്ചതിങ്ങനെ ഓരോന്നിങ്ങനെ പൊറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 4 പറിച്ചതാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ മോൻ പറഞ്ഞു 5 ചാടിയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ 5-മത്തെ തിരച്ചിലേനി. 5-മത്തെ തിരഞ്ഞപ്പോഴാണ് വവ്വാൽ തിന്നു എന്ന് പറഞ്ഞ ആ റംബൂട്ടാനെ ഞങ്ങൾ കണ്ടത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നാടനാണ്, ഇതിപ്പോൾ പൈസ കൊടുത്ത് തൈ വെച്ചതൊന്നുമല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഇതിനുണ്ടാവും. എന്നാലും നമ്മളെ വീട്ടിൽ ആദ്യമായിട്ടൊരു സാധനം ഉണ്ടാവുമ്പോൾ നമുക്ക് നല്ലൊരു അതിങ്ങനെ കൈയൊക്കെ പിടിക്കുമ്പോൾ നല്ലൊരു എന്തോ ഒരു സന്തോഷമല്ലേ. അതാ ചാടിയതാണത് കേട്ടോ. അതും മക കാട്ടി കൊടുക്കാമല്ലോ എന്ന് കരുതി അതും എടുത്തു. പിന്നെ മോൻ പറഞ്ഞ 5-മത്തെ അതും കിട്ടി. അങ്ങനെ അതൊക്കെ ആയിട്ട് ഞങ്ങൾ നടന്നു കേട്ടോ. അപ്പോഴാണ് ഇതിപ്പോൾ എൻ്റെ മാപ്പിള പോകുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ കുഴിച്ചിട്ടതാട്ടോ. ഇപ്പോൾ പോയിട്ട് 6 മാസം കഴിഞ്ഞു. അപ്പോൾ മൂച്ചിമ്മ പൂവ് വരാനുള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷെ 6 മാസം കൊണ്ടൊന്നും ഇത് കായ്ക്കാൻ സാധ്യതയില്ല കേട്ടോ, അറിയില്ല. അങ്ങനെ പിന്നെ ഇത് ഉമ്മ കുഴിച്ചിട്ടതാട്ടോ, പുളക്കൊമ്പ്. പിന്നെ വേറെ വാങ്ങിച്ച റംബൂട്ടാൻ തൈയാണ്. അതിൽ അതിൻ്റെ മേലെ വലിയ കൊമ്പ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം അത് കായ്ക്കാനൊക്കെ ഏകദേശം അയക്കണമെന്ന്. ഇനി ഒരു 6 മാസം പാടെ കഴിഞ്ഞാൽ കായ്ക്കായിരിക്കും കേട്ടോ. അങ്ങനെ ഇത് പിന്നെ മുളകാണ്, നമ്മളെ ഇത് അബിയു ആണേ. അബിയു പറഞ്ഞ പഴമാണ്, ഞാൻ അതുവരെ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതും കൂടി നിങ്ങൾക്ക് കാട്ടിത്തരാലോ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ വീട്ടിലെത്തി ഞങ്ങളിത് പൊട്ടിക്കുകയാണ് കേട്ടോ. മോനിത് പൊട്ടിക്കുകയാണ്. അപ്പം സംഭവം എല്ലാവരും പറഞ്ഞു നാടനായതുകൊണ്ട് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, പുളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു. കടയിലത്തെ അത്ര മധുരം ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അത്ര വലിപ്പമൊന്നും ഇല്ലെങ്കിലും ചെറിയ കായായിരുന്നു. പിന്നെ അതിൻ്റെ കുരുല്ലേ, ഉള്ളിൽ കുരു ഉണ്ടായിരുന്നില്ല, ചപ്പിങ്ങാണ്ടായിരുന്നു. അപ്പം
ആകെ 5 കിട്ടിയത്. അപ്പോൾ അത് അവരെന്നെ അങ്ങനെ ഓരേച്ച് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് ടേസ്റ്റ് നോക്കി എന്താ അതിൻ്റെ മട്ടെന്ന് അറിയാൻ. അപ്പോൾ പിന്നെ ഉമ്മ ഇളയച്ചനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് വലിയ കച്ചറ കൂടാൻ മട്ടാണെന്ന് കണ്ടപ്പോഴേ. അപ്പോൾ ഓന് പിന്നെ കടയിലത്തത് വാങ്ങി കൊണ്ടുവന്നിരുന്നു കേട്ടോ. അതിപ്പോൾ നമ്മൾ പറിച്ചതാണ്, ചെറിയതാണ്. അപ്പോൾ ഓന് ഇപ്പോൾ സീസണാണല്ലോ, നല്ല വിലയാണ് കേട്ടോ. ഓന് 50 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്നിരുന്നത്. അതിൽ 12 എണ്ണം, എല്ലാവർക്കും 2 എണ്ണം വെച്ചെടുക്കാണ്ടായിരുന്നു. അങ്ങനെ ഇതാ വേറൊന്നും, അത് ഇപ്പോൾ നമ്മൾ പറിച്ചതാണ്. അങ്ങനെ പിന്നെ ഓള് വാപ്പാക്ക് ഒന്ന് എടുത്തേക്കണമെന്ന് പറഞ്ഞപ്പോൾ, വാപ്പ എന്ന് പറയുന്നത് അമ്മോശൻ കാക്കയാണ് കേട്ടോ. അപ്പോൾ ഓള് പിന്നെ വാപ്പ കുളിക്കണ അവിടെ പോയി വാപ്പാക്ക് നിങ്ങൾക്ക് ഇത് വേണോ ചോദിക്കുമ്പോൾ വാപ്പ എന്തായാലും പറയും വേണ്ട, ഈ എടുത്തോ എന്ന് പറയുമ്പോൾ അത് എടുത്ത് പോരാനുള്ള പുറപ്പാടാണ് കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതും പാടൊക്കെ കിട്ടുന്നാലോ എന്നില്ല ഒരിതിലിങ്ങനെ ഇരിക്കുകയാണ്. എന്ത് സാധനവും ഒന്ന് ചോദിച്ചു നോക്കൂ കേട്ടോ, വേണോന്ന്. വേണ്ടാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കഴിക്കാമല്ലോ. നല്ല ഹൈറ്റിലായിരുന്നു കേട്ടോ ആ മരം. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഇനിയും അതിന്മേൽ ഒരു 30 എണ്ണമൊക്കെ ഉണ്ട്. കുറേ പറഞ്ഞതാണ് ഇപ്പോൾ പറിക്കണ്ടെന്ന്, പക്ഷേ അതിൻ്റെ കളറ് കണ്ടിട്ട് സഹിക്കാൻ വയ്യായിട്ട് അത് പിന്നെ കടയിലത്തെ ഇളയച്ചൻ കൊണ്ടുവന്ന് പറഞ്ഞ അതാണ്. ചെറിയൊരു വാട്ടം പോലെയൊക്കെ ഉണ്ട്, എന്നാലും കഴിക്കാൻ നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല വലിപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ കുരു നോക്കി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.